പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാന്തി വചനശുശ്രൂഷയെ സംബന്ധിക്കുവാൻ കർത്താവിനെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിലെ ശാന്തത നിങ്ങൾക്കുണ്ടാകട്ടെ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, വീണ്ടും ഒരിക്കൽ കൂടി ഈശോയിൽ കണ്ടുമുട്ടാൻ ഈശോ തന്നെ നമ്മളെ അനുഗ്രഹിച്ചു. കർത്താവിന് നമുക്ക് നന്ദി പറയാം. കുട്ടികളെയും മുതിർന്നവരെയും ആദ്യമായിട്ട് അഭിഷേകത്തിന് കൂടുന്നവരെയും ഒരുപാട് വർഷങ്ങളായിട്ട് അഭിഷേകത്തിൻ്റെ പാരമ്പര്യമുള്ളവരെയും എല്ലാവരും പ്രത്യേകം ഈശോയുടെ നാമത്തെ സ്വാഗതം ചെയ്യുകയാണ് കേട്ടോ. എല്ലാ പ്രിയപ്പെട്ട അച്ഛന്മാരുടെയും കൂട്ടായ്മയെ സ്വാഗതം ചെയ്യുകയാണ്. സന്തോഷത്തോടെ പറഞ്ഞ് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ദൈവവചനം കേൾക്കുമ്പോൾ നമ്മുടെ മേൽ നമ്മൾ അറിയാതെ സംഭവിക്കുന്ന ഒരു സംഗതിയുണ്ട്. ഹോസിയ പ്രവചനത്തിൽ 6-ാമത്തെ അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങളിലാണ് അത് പഠിപ്പിക്കുന്നത്. ദൈവവചനം ഇങ്ങനെയാണ്: കർത്താവിനെ അറിയാൻ നമുക്ക് ഏകാഗ്രതയോടെ ശ്രമിക്കാം. അവിടുത്തെ ആഗമനം പ്രഭാതം പോലെ സുനിശ്ചിതമാണ്. മഴ പോലെ ഭൂമിയെ നനയ്ക്കുന്ന വസന്തവൃഷ്ടി പോലെ അവിടുന്ന് നമ്മുടെ മേൽ വരും. സന്തോഷത്തോടെ പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈ അഭിഷേകത്തിൽ നമ്മുടെ വചനം കേൾക്കാൻ നല്ല ഏകാഗ്രതയോടെ, നിങ്ങൾ ഇരിക്കുന്നത് കണ്ടാൽ തന്നെ അറിയാം നല്ല ഏകാഗ്രതയൊക്കെ ഉണ്ട്. നല്ല ഏകാഗ്രതയോടെ ഇരിക്കുകയാണ്, നല്ല ശ്രദ്ധിച്ചിരിക്കുകയാണ്. കുട്ടികളൊക്കെ ആണെങ്കിൽ കളിച്ചിരിയൊക്കെ നിർത്തി അഭിഷേകം വെച്ചാൽ നല്ല അടക്കം ഒതുക്കം, ബൈബിൾ എടുത്ത് വെച്ചു, നോട്ട്ബുക്ക് എടുത്ത് വെച്ചു, എല്ലാം അത് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ ഏകാഗ്രതയോടെ ശ്രമിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, അങ്ങനെ ശ്രമിക്കുമ്പോൾ ഈ സമൂഹത്തിൻ്റെ മേൽ കർത്താവിൻ്റെ ആഗമനം പ്രമാദം പോലെ സുനിശ്ചിതമാണ്. രാത്രിക്ക് ശേഷം പ്രഭാതം എന്നതുപോലെ കർത്താവ് ആ സമൂഹത്തിൽ വരും. എങ്ങനെയാണ് വരുന്നതെന്ന് പറയാം. മഴ പോലെ, ഭൂമിയെ നനയ്ക്കുന്ന വസന്തവൃഷ്ടി പോലെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നു നിറയും. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മഞ്ഞിങ്ങനെ പൊയ്യുന്നത് പോലെ പരിശുദ്ധാത്മാവ് റൂഹ നമ്മുടെ മേൽ വന്ന് നിറയും. നമ്മുടെ ഉള്ളിൽ റൂഹ നമുക്കറിയാം, പരിശുദ്ധാത്മാവ് ഇങ്ങനെ വന്ന് നിറയുമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം പുറത്തുനിന്നല്ല, നമ്മുടെ ഉള്ളിൽ തന്നെ പരിശുദ്ധാത്മാവുണ്ട്. അതിങ്ങനെ നല്ലൊരു കൃപയായിട്ട് രൂപാന്തരപ്പെടും. ഇന്നത്തെ വിഷയം അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ്. ഉറക്കെ പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് എഴുന്നേറ്റ് നിന്ന് പരിശുദ്ധാത്മാവിനെ നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവിനെ അതുപോലെ നമ്മൾ സ്നേഹിക്കുകയാണ്. ആത്മാവിന് വലിയൊരു അഭിഷേകം കർത്താവ് തരും. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധന. ഓ കർത്താവായ ദൈവമേ, ഞങ്ങൾ ഈ വചനത്തിൽ വിശ്വസിക്കുന്നു. മഞ്ഞ പോലെ, വസന്തവൃഷ്ടി പോലെ, മഴ പോലെ, ഓ കർത്താവേ, പരിശുദ്ധാത്മാവിനെ അയക്കണമേ. ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ, ഞങ്ങളെ ഉണർത്തണമേ. തൂമഞ്ഞ് പോലെ പരിശുദ്ധാത്മാവേ പറന്നിറങ്ങിയിടണമേ. കൈകളടിക്കാവോ? പുതിയ അഭിഷേകം, അഗ്നിയഭിഷേകം ഞങ്ങൾക്കിന്നും നൽകിട. വലിയ സന്തോഷത്തോടെ തൂമഞ്ഞ് പോലെ പരിശുദ്ധാത്മാവേ പറന്നിറങ്ങിയിടണമേ. പുതിയ അഭിഷേകം, അഗ്നിയഭിഷേകം ഞങ്ങൾക്കിന്നും നൽകിട. കൈ ഉയർത്തി കൈയടിച്ച് സഹിയോൻ ശാലയിൽ ഇറങ്ങിയപ്പോ ശിഷ്യരിൽ അഗ്നി പകർന്നതുപോ. സഹിയോൻ ശാലയിൽ ഇറങ്ങിയപ്പോ ശിഷ്യരിൽ അഗ്നി പകർന്നതുപോ. ആത്മനദിയാ ഒഴുകണമേ, ആത്മസ്നാനം നൽകണമേ. ആത്മനദിയാ ഒഴുകണമേ, ആത്മസ്നാനം നൽകണമേ. കാര്യങ്ങൾ ഉയർത്തി പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുകയാണ്, റൂഹായോട് പ്രാർത്ഥിക്കുകയാണ്, നന്നായി സ്തുതിക്കുകയാണ്, നന്നായി പ്രാർത്ഥിക്കുകയാണ്. ഹല ഹല
പ്രിയപ്പെട്ട ദൈവ പൈതലേ, നീ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ നിസ്സാരമായിട്ട് കണക്കാക്കരുത്. ഓ കർത്താവേ, പഴയ നിയമ കാലഘട്ടത്തിൽ മോശയിലൂടെ, യോശുവയിലൂടെ, പ്രവാചകന്മാരിലൂടെ സംഭവിച്ച അതേ കാര്യം അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ, ഓ ദൈവമേ, ചെങ്കടലിനേക്കാൾ വലിയ വലിയ കരിങ്കൽ ഭിത്തികൾക്കുള്ളിൽ പോലും ഓ പരിശുദ്ധാത്മാവ് ഇടപെട്ടല്ലോ. ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു, ഞങ്ങൾ വിശ്വസിക്കുന്നു, ആരാധിക്കുന്നു. ഇസ്രായേലിന് അത്ഭുതകരമോ മോശയിലൂടെ നടുവിൽ വീതിയൊരുക്ക കാറ്റായി വീശിയടിച്ചത് വിശ്വസിക്കുന്നു. ഇസ്രായേലിന് അത്ഭുതകരമോ മോശയിലൂടെ ഇന്ന് സംഭവിക്കാം. ചെങ്കടൽ നടുവിൽ വീതിയൊരുക്ക കാറ്റായി വീശിയടിച്ചത് പോ സംഭവിക്കട്ടെ. കൈകൾ ഉയർത്തി ഇറങ്ങിയപ്പോ ശിഷ്യരില നീ പകർന്നത് പോ ഇറങ്ങിയപ്പോ ശിഷ്യരില നീ പകർന്നത് പോ ആത്മനദിയ ഒഴുകണമേ ആത്മസാരം നൽകണമേ ആത്മനദിയ ഒഴുകണമേ ആത്മസാരം കർത്താവായ ദൈവമേ, ഓ കർത്താവേ, ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളൊക്കെ ആരാധിക്കുന്നു, ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു. കർത്താവേ, അവിടുത്തെ വചനം ഞങ്ങൾ ഓർക്കുന്നു, അവിടുത്തെ വചനം ഞങ്ങൾ ഓർക്കുന്നു. രക്ഷിക്കാൻ കഴിയാവുന്ന കർത്താവിന്റെ കരം കുടുങ്ങി പോയിട്ടില്ല, കേൾക്കാനാവാത്തത് അവിടുത്തെ ചെവികൾക്ക് മാറ്റം സംഭവിച്ചിട്ടില്ല. ഓ കർത്താവ്, ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ, ഞങ്ങളൊക്കെ ആരാധിക്കുന്നു കർത്താവേ. അവിടുന്ന് ഞങ്ങളുടെ ദൈവം ഏറ്റു പറയുന്നത് ഇപ്പോൾ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്തു തന്നെയാണെങ്കിലും അതിനേക്കാൾ വലിയവനായ ദൈവത്തെ കാണുക, അതിനേക്കാൾ വലിയവനായി പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ മഹത്വപ്പെടുത്തുക. ആരാധന 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 ആരാധന. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, ഹൃദയങ്ങൾ ശാന്തമാകട്ടെ, മനസ്സ് ശാന്തമാകട്ടെ, ശരീരം ഈശോയുടെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ, ശാന്തമാകട്ടെ. ദൈവമേ, സ്വർഗത്തിൽ നിന്ന് അവിടുന്ന് ഏകാഗ്രതയുടെ അഭിഷേകം നൽകണമേ. ഒറ്റ വചനം പോലും പാഴായി പോകാതെ, പക്ഷി വന്ന് കൊത്താതെ, വേലേറ്റ് വാടാതെ, പലവിചാരം വ്യഗ്രത വന്ന് ഞെരുക്കാതെ, ദൈവം ആഗ്രഹിക്കുന്നോടത്തോളം ഫലം പ്രഭിഞ്ഞേണ്ടവരായിട്ട്. അമ്മേ, വചനത്തിൻ്റെ അമ്മേ, ഞങ്ങളെ പ്രിയപ്പെട്ട അമ്മേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അഭിഷേകത്തിൻ്റെ അമ്മയാണല്ലോ, ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്കിരിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ദൈവകൃപ നഷ്ടപ്പെടാതിരിക്കാൻ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ്. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇങ്ങനെയൊരു വിഷയം എടുക്കാനൊരു കാരണം, ആത്മീയ ശുശ്രൂഷകൾ വ്യാപരിക്കുമ്പോൾ വിവിധ ജീവിതാന്തസ്സുകൾപ്പെട്ട പലരുമായിട്ട് സംസാരിക്കുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്: എന്നോട് ദൈവാത്മാവ് വളരെ കൃത്യമായിട്ട് ഈ ഒരു ട്രാക്കിലൂടെയാണ് പോകേണ്ടതെന്ന് കർത്താവ് പറഞ്ഞതാണ്. ഞാൻ ആ ട്രാക്കിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ കർത്താവ് പറഞ്ഞതുപോലെ കാര്യങ്ങൾ നടക്കുന്നില്ല. ചില വ്യക്തികൾ പറയുന്നത് ഇങ്ങനെയാണ്: എന്നോട് വളരെ കൃപയുള്ള
അത് എനിക്ക് ആ വ്യക്തികളുടെ പേരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. വളരെ ഷാർപ്പ് മെസ്സേജൊക്കെ ഉള്ള ആൾക്കാർ പ്രാർത്ഥിച്ച് ചില സന്ദേശങ്ങൾ പറഞ്ഞു. അവർ പറഞ്ഞ സന്ദേശങ്ങളെല്ലാം ഞാൻ വിശ്വസിച്ചു. പക്ഷെ അതൊന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. ഒരുപക്ഷേ നമ്മുടെ ജീവിതത്തിൽ ചില തടസ്സത്തിൻ്റെ മേഖലകളിൽ ഒക്കെ നമ്മൾ ആരെങ്കിലും കണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഇതാ തടസ്സം മാറുന്നതായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനത്തെ ചില കാര്യങ്ങളെക്കുറിച്ചുള്ള ചില വ്യക്തമായ ചില കാര്യങ്ങളൊക്കെ കർത്താവ് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയൊന്നും സംഭവിക്കാത്തതിൻ്റെ ഒരു വിഷമം കുറച്ചെങ്കിലും പേരുടെ മനസ്സിലുണ്ടെന്ന് ഞാൻ ആൾക്കാരെ കാണുമ്പോൾ മനസ്സിലാക്കാം. എന്തുകൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവാത്മാവിനാൽ പ്രേരിതരായ മനുഷ്യരിലൂടെ പറയുന്ന ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് സംഭവിക്കാതെ പോകുന്നത്? പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 9-ാമത്തെ അധ്യായത്തിൽ 17-ാമത്തെ തിരുവചനം, ഗോസ്പൽ ഓഫ് സെന്റ് മാത്യു ചാപ്റ്റർ 9:17. ആരും പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങളിൽ ഒഴിച്ചു വയ്ക്കാറില്ല. അങ്ങനെ ചെയ്താൽ തോൽക്കുടങ്ങൾ പൊട്ടി വീഞ്ഞ് ഒഴുകിപ്പോവുകയും കുടങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്യും. അതിനാൽ പുതിയ വീഞ്ഞ് പുതിയ തോൽക്കുടങ്ങളിലാണ് ഒഴിച്ചു വയ്ക്കേണ്ടത്. അപ്പോൾ രണ്ടും ഭദ്രമായിരിക്കും. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പൊട്ടിപ്പോകും, നഷ്ടപ്പെട്ടു പോകും എന്ന് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ അതിനകത്തേക്ക് എന്തെങ്കിലും ഒഴിച്ചു വെക്കുകയല്ല, അല്ലേ? നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ച് വെക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് തേൻ ഒഴിച്ച് വെക്കുകയാണ്. അത് പൊട്ടിപ്പോകാൻ സാധ്യതയുള്ളൊരു സംഗതിയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് ഒഴിച്ച് വെക്കുകയില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബൈബിളിൽ വീഞ്ഞ് എന്ന് പറയുന്നതിന് നമ്മളെ വസ്തു എന്നുള്ളൊരു അർത്ഥം മാത്രമല്ല, അർത്ഥം സ്നേഹം എന്ന അർത്ഥമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെ സൂചിപ്പിക്കാൻ വേണ്ടി കൂടിയുള്ള ഉപയോഗിക്കുന്ന ചില പദങ്ങളായിട്ട് അതിനൊക്കെ തിയോളജിയൻസ് വ്യാഖ്യാനിക്കുന്നത് ഞാൻ പഠിച്ചത് ഓർക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ വലിയ കൃപകൾ, വലിയ പരിശുദ്ധാത്മാഭിഷേകങ്ങൾ, ദൈവത്തിൻ്റെ വരദാനങ്ങൾ, ദൈവത്തിൻ്റെ കൃപകൾ, ദൈവം പറഞ്ഞിരിക്കുന്ന വാഗ്ദാനങ്ങൾ അതെല്ലാം നിറവേറണമെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ശരിയാകണം എന്ന് ദൈവാത്മാവ് ആഗ്രഹിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. പുതിയ കുടത്തിലാണ് പുതിയ കൃപ, പുതിയ കുടത്തിലാണ് പുതിയ അഭിഷേകം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മൾ ബൈബിളിലെ ചില വചനങ്ങളുടെ ഒരു ആന്തരിക അർത്ഥം മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടി വ്യക്തത വരിക. ബൈബിളിൽ കുടം എന്നുള്ള വാക്കിന് ഹൃദയം എന്നുകൂടെ അർത്ഥമുണ്ട്. സമയം കിട്ടുമ്പോൾ സഭാപ്രസംഗൻ്റെ പുസ്തകം 12-ാമത്തെ അധ്യായത്തിൽ നിങ്ങൾ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഇപ്പോൾ അത് മൊത്തം പറയാൻ സമയമില്ല. ഇപ്പോൾ 6-ാമത്തെ വാക്യം മാത്രമാണ് പറയുന്നത്. സഭാപ്രസംഗൻ്റെ പുസ്തകം 12-ാമത്തെ അധ്യായത്തിൻ്റെ 6-ാമത്തെ തിരുവചനം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിന് മുകളിലത്തെ വചനങ്ങൾ എന്താ പഠിപ്പിക്കുന്നതെന്ന് അറിയാവോ? മരണത്തോടടുക്കുമ്പോൾ ഒരു വ്യക്തിയുടെ ശരീരത്തിനുണ്ടാകുന്ന ചില വ്യത്യാസങ്ങളെക്കുറിച്ച് പറയാം. ആ വചനങ്ങൾ മനോഹരമായ വചനമാണ്. കാഴ്ചയൊക്കെ കുറച്ച് മങ്ങിത്തുടങ്ങും, ദഹനമൊക്കെ കുറച്ച് കുറയും, അതേപോലെ തന്നെ ചെറിയൊരു കൂനൊക്കെ വരും, ഉറക്കമൊക്കെ ചിലപ്പോൾ കുറയും, രാത്രി പെട്ടെന്ന് എഴുന്നേൽക്കും. അങ്ങനത്തേക്കുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുകയാണ്. ഭക്ഷണമൊക്കെ ചവച്ചരച്ച് അധികം കഴിക്കാൻ പറ്റിയാൽ പല്ലൊക്കെ പോകാൻ വേണ്ടി തുടങ്ങും. അങ്ങനെ പറഞ്ഞ് ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളെക്കുറിച്ച് പറഞ്ഞ് വന്നിട്ട് അവസാനം 6-ാമത്തെ വാക്കുതൽ പറയുകയാണ്, വെള്ളിച്ചരട് പൊട്ടും, കനകപാത്രങ്ങൾ തകരും, അരുവിയിൽ വെച്ച് കുടം ഉടയും. എന്നിട്ട് പറയാണ്, മനോഹരമാണ് വചനം. അപ്പോൾ പറയാണ്, ആത്മാവ് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പോകും, ശരീരം ഈ ധൂളിയിലേക്ക് മടങ്ങും, വിലാപക്കാരികൾ വരും, എന്ന് ശവം അടക്കാൻ വേണ്ടി പോകുമെന്ന് പറഞ്ഞു വെച്ചിരിക്കുക. അപ്പം അരുവിയിൽ വെച്ച് കുടമുടയുമെന്ന് പറയുമ്പോൾ അപ്പോൾ മനുഷ്യൻ മരിക്കുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ ഹൃദയത്തിൻ്റെ പ്രവർത്തനം അങ്ങ് നിലയ്ക്കുമ്പോൾ മനുഷ്യൻ മരിക്കുമെന്നുള്ളതാണ്. നിങ്ങൾ ഇന്ന് നോക്കിയേ, സമരിയാക്കാരി ആ പഴയ കുടം കർത്താവിൻ്റെ കാൽപാദത്തിൽ കൊണ്ടുപോയി വെച്ചിട്ട് പോയി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ആ ഹൃദയം കർത്താവിന് മുമ്പിൽ സമർപ്പിച്ചു എന്നുള്ളതാണ്. ശോ പറയാണ്, പുതിയ കുടത്തിലാണ് പുതിയ അഭിഷേകം, പുതിയ ഹൃദയത്തിലാണ് പുതിയ കൃപ. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, ദൈവം നമുക്ക് കൃപ തരണമെങ്കിൽ, ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിറവേറണമെന്നുണ്ടെങ്കിൽ നമ്മളാകുന്ന കുടം അത് ശരിയല്ലെങ്കിൽ ദൈവം കൃപ തരാൻ മടിക്കും. അങ്ങനെയുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഹെബ്രായ ലേഖനത്തിൽ 12-ാമത്തെ അധ്യായത്തിന് 15-ാമത്തെ വാക്യം പഠിപ്പിക്കുകയാണ്, ദൈവകൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ,
വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കുവിൻ. വിദ്വേഷം മൂലം പലരും അശുദ്ധരായിത്തീരുന്നു. ഉച്ചത്തിൽ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ കൃപ നഷ്ടപ്പെട്ട് പോകാതിരിക്കാനായിട്ടുള്ള നല്ലൊരു ശ്രദ്ധ നമ്മുടെ ജീവിതത്തിൽ വേണമെന്ന് ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തുക. അപ്പോൾ ഹൃദയത്തിൽ വെറുപ്പ്, വൈരാഗ്യം, നിരാശ, കുറ്റബോധം, ഭയം, ആകുലത എന്ന് വേണ്ട ഒരുപാട് തരത്തിലുള്ള നെഗറ്റീവ് അവസ്ഥകൾ നമ്മുടെ ഹൃദയത്തിൽ ഇരുന്നാൽ ആ ദൈവകൃപ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് അങ്ങനെ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ള ഒരു ഹൃദയമാണ് നമ്മുടേതെങ്കിൽ ദൈവം തരാൻ മടിക്കും. ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഒരു സംഗതി കൊടുത്താൽ നശിപ്പിച്ച് കളയുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കാനൊന്നും മടിക്കും. ചിലപ്പോൾ നമ്മുടെ വാഹനമാകാം, ചിലപ്പോൾ നമ്മൾ വ്യക്തിപരം വയ്ക്കുന്ന കമ്പ്യൂട്ടറാകാം, മൊബൈലാകാം, പല സംഗതികളുണ്ടാകാം. അല്ലെങ്കിൽ ചിലപ്പോൾ ആൾക്കാരൊന്ന് കടമായിട്ട് ഒരാഴ്ചത്തേക്ക് തരാമെന്ന് ചോദിക്കാവുന്ന വസ്തുവാകാം. അവർ അത് കൊണ്ടുപോയി നന്നായിട്ട് ഉപയോഗിക്കുമെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കാൻ ചിലപ്പോൾ തയ്യാറാകും. പക്ഷേ നശിപ്പിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ കൊടുക്കാനൊന്നും മടിക്കും. അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ 8-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ അവിടെ ശെമയോൻ എന്ന് പറയുന്ന ഒരാൾ പത്രോസ്ലീഹായുടെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, പത്രോസ്ലീഹായെ അങ്ങേക്കൊരു പ്രത്യേക അഭിഷേകം ഉണ്ടല്ലോ, ആരെ തലയിൽ കവച്ചാൽ അവർക്കെല്ലാം പരിശുദ്ധാത്മാവ് ലഭിക്കുമല്ലോ, ആ സംഗതി എനിക്ക് വേണമെന്ന് പറയുകയാണ്. അപ്പോൾ പത്രോസ്ലീഹ പരിശുദ്ധാത്മാവിനെ പ്രേരിതമായി കൃത്യമായിട്ടൊരു കാര്യങ്ങൾ പറയുകയാണ്. നിനക്ക് ഈ കാര്യത്തിൽ ഭാഗഭാഗ്യത്വമോ അവകാശമോ ഉണ്ടായിരിക്കുകയില്ല. കാരണം നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ ശുദ്ധമല്ല. വീണ്ടും പത്രോസ്ലീഹ തുടരുകയാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ 8-ാമത്തെ അധ്യായത്തിൻ്റെ 23-ാമത്തെ തിരുവചനം, നീ കടുത്ത വിദ്വേഷത്തിലും അനീതിയുടെ ബന്ധനത്തിലുമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് പരിശുദ്ധാത്മ വിഷയത്തിൽ നിനക്ക് യാതൊരു ഭാഗഭാഗ്യത്വമോ അവകാശമോ ഉണ്ടായിരിക്കുകയില്ല എന്ന് പഠിപ്പിക്കുക. ഒരുമിച്ച് പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളാകുന്ന പാത്രം നല്ല ക്ലിയർ ആയാലാണ് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ, ദൈവത്തിൻ്റെ കൃപകൾ, ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ അതെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന് നിറയുള്ളൂ. അട്ടപ്പാടിയിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള ജപമാലയെക്കുറിച്ചുള്ള മനോഹരമായ ഒരു പുസ്തകമുണ്ട്, ജപമാലയുടെ അർത്ഥങ്ങൾ. അതിൻ്റെ പേജ് 109 കൊടുത്തിരിക്കുന്ന ഒരു വ്യാഖ്യാനം വളരെ നല്ലതാണ്. പരിശുദ്ധ അമ്മയെ ലുത്തിനയിലൊക്കെ നമ്മൾ വിളിക്കുകയാണ് ആത്മജ്ഞാന പൂരിത പാത്രമേ. സഭാപിതാവായ തെർത്തുല്യനാണ് മറിയത്തിന് ആദ്യമായിട്ട് ഇങ്ങനൊരു വിശേഷം കൊടുക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് പിന്നീട് കോൺസ്റ്റാന്റിനോപ്പിൾ പാത്രിക്കീസ് ആയിരുന്ന പ്രൊക്ലൂസ് മറിയത്തെ ആധ്യാത്മിക പാത്രമെന്ന് വിശേഷിപ്പിച്ചു. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവകൃപ വന്ന് നിറയല്ലേ. പരിശുദ്ധ അമ്മയെ ദൈവകൃപ നിറഞ്ഞവളെ സുസ്തി എന്ന് പറഞ്ഞ് ഗബ്രിയ ദൂതൻ അഡ്രസ്സ് ചെയ്ത് സംബോധന ചെയ്തു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, പിന്നെ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, അവളുടെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടന്നപ്പോ കോപമോ നിരാശയോ പരാതിയോ വിഷമമോ ഒന്നും അല്ലല്ലോ പുറത്തേക്ക് വന്നത്. കുരിശിന്റെ താഴെ നിൽക്കുമ്പോ മറിച്ച് ദൈവിക പുണ്യങ്ങളാണ് വന്നത്. അതുകൊണ്ട് ആ പാത്രം നല്ല ക്ലിയർ ആയിരുന്നു. Praise the Lord. Praise the Lord. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബൈബിളില് നമ്മളാകുന്ന വ്യക്തിയെ ശരിക്കും പറഞ്ഞ ഒരു കൃപ നിറയുന്ന പാത്രമായിട്ട് കുടമായിട്ട് വിശേഷിപ്പിക്കുന്ന പല സ്ഥലങ്ങളുണ്ട്. അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ 9-ാമത്തെ അധ്യായത്തിന് അതിന്റെ 15-ാമത്തെ വാക്യം പഠിപ്പിക്കുകയാണ്. കർത്താവ് അവനോട് പറഞ്ഞു, നീ പോവുക, വിജാതിരുടെയും രാജാക്കന്മാരുടെയും ഇസ്രായേൽ മക്കളുടെ മുൻപാകെ എൻ്റെ നാമം വഹിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട പാത്രമാണവൻ എന്ന് പറഞ്ഞാൽ അനനിയാസിനോട് കർത്താവ് പറഞ്ഞു, നീ പൗലോസിൻ്റെ അടുത്തേക്ക് പോവുക. പൗലോസ് എന്നാൽ പേരായി വരുന്നേ ഉള്ളൂ, സാവൂൾ എന്നയാളുടെ അടുത്തേക്ക് പോവുക. അപ്പോൾ അന്യാസ് പറയുകയാണ്, ദൈവമേ ഞാൻ എങ്ങനെ പോകും, അവനിങ്ങനെ ഒരുപാട് ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നവനല്ലേ. പക്ഷേ കർത്താവ് പറയുകയാണ്, നോ നോ നോ, അനേക ജനങ്ങൾ വിജാതിന് മുമ്പാകെ എൻ്റെ നാമം വഹിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട പാത്രമാണവൻ. സന്തോഷത്തോടെ പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യത്തിൽ നമ്മളാകുന്ന ഈ പാത്രം ജീവിതം ക്ലിയർ അല്ലെങ്കിൽ കൃപ വരാൻ വലിയ ബുദ്ധിമുട്ടാണ്. സന്ദേശങ്ങളൊക്കെ ശരി തന്നെയാണ്, സന്ദേശം തെറ്റിപ്പോയിട്ടല്ല. പക്ഷേ നമ്മൾ അതിനനുസരിച്ച് വിശുദ്ധീകരണം നടത്തണം. ഹോസിയ പ്രവചനത്തിൽ 8-ാമത്തെ അധ്യായത്തിന്റെ 8-ാം തിരുവചനം പഠിപ്പിക്കുകയാണ്. ഇസ്രായേലിനെ കുറിച്ച് പറയുകയാണ്, അവൾ ജനതകൾക്കിടയിൽ ഉപയോഗശൂന്യമായ ഒരു പൊട്ടപാത്രം പോലെയായി തീർന്നിരിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ ദൈവം ഉയർത്തുന്നതിനനുസരിച്ച് നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ട് എളിമപ്പെട്ട് ശൂന്യവൽക്കരിക്കപ്പെട്ട് ഈ പാത്രം ക്ലിയർ ആയിട്ട് വന്നില്ലെങ്കിൽ
ദൈവം ചിലപ്പോൾ നമ്മളെ ഉയർത്താൻ അനുവദിച്ചൊന്നും വരില്ല. കാരണം എന്താ? ഉയർത്തിയാൽ ചിലപ്പോൾ അഹങ്കാരം കയറി, പല പ്രശ്നം കയറി, പാപം കയറി, കൃപയെ നഷ്ടപ്പെടും, അയാളും കൂടെ നശിച്ചു പോകും, നിലം പതിക്കാൻ ഇടവരും. സന്തോഷത്തോടെ പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. പഴയ നിയമത്തിൽ മനോഹരമായ രംഗമുണ്ട്. രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകത്തിൽ 2:20 അവിടുത്തെ വെള്ളം നല്ലതല്ല, കൃഷിയോഗ്യമല്ല എന്ന് പറഞ്ഞ് ആ നാട്ടിലെ നിവാസികൾ പറഞ്ഞപ്പോൾ പ്രവാചകൻ പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങളൊരു പുതിയ പാത്രം കൊണ്ടുവന്ന് അതിൽ ഉപ്പിടുക. അവരങ്ങനെ ചെയ്തു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പുതിയ പാത്രത്തിലാണ് ഒരു പുതിയ സംഗതി നടക്കുന്നത്. പുതിയ പാത്രത്തിൽ പുതിയ സംഗതി നടക്കുന്നത്. ബൈബിളിൽ എത്ര ഉദാഹരണങ്ങളാ! ബൈബിളിൽ സാമുവേൽ പ്രവചനത്തിൽ മനോഹരമായ രംഗമുണ്ട്. അതിങ്ങനെയാണ്, സാമുവേലിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ ആദ്യം തന്നെ അവന് ഒരു പുതിയ ഹൃദയം കൊടുക്കുകയാണ്. പുതിയ ഹൃദയത്തിനാണ് ഒരു പുതിയ അഭിഷേകം. എസെക്കിയേൽ 36:26-27 പഠിപ്പിക്കുന്നുണ്ട്. ഇതാ ഒരു പുതിയ ഹൃദയം ഞാൻ നിങ്ങൾക്ക് നൽകും, ഒരു പുതിയ ചൈതന്യം ഞാൻ നിക്ഷേപിക്കും. ഒരു പുതിയ ഹൃദയം തന്നിട്ടാണ് ഒരു പുതിയ ചൈതന്യം. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസളമായ ഹൃദയം നൽകും. എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളെ നിവേശിപ്പിക്കും. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ സ്വർഗം പറഞ്ഞിരിക്കുന്ന ഈ കൃപാവരങ്ങൾ മുഴുവൻ നമുക്ക് നിറയണമെങ്കിൽ, അല്ലെങ്കിൽ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന വാഗ്ദാനങ്ങൾ നിറയണമെങ്കിൽ, അതുമല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന മനുഷ്യർ നമ്മളോട് പറഞ്ഞിരിക്കുന്ന സന്ദേശങ്ങൾ ഇതൊക്കെ നിറവേറണമെങ്കിൽ നമ്മളാകുന്ന പാത്രത്തെ നമ്മൾ നന്നായിട്ട് വിശുദ്ധീകരിക്കണം. 2 തിമോത്തി 2:21 പഠിപ്പിക്കുന്നുണ്ട്, ഒരുവൻ നികൃഷ്ടമായ അവസ്ഥയിൽ നിന്ന് തന്നെ ശുദ്ധീകരിക്കുന്നെങ്കിൽ അവൻ ശ്രേഷ്ഠമായ ഉപയോഗത്തിന് പറ്റിയതും ഗ്രഹനായകന് പ്രയോജനകരവും ഏതൊരു നല്ല കാര്യത്തിനും ഉപയോഗയോഗ്യമായ വിശുദ്ധ പാത്രമായിട്ട് മാറ്റപ്പെടും. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. വിഷമിക്കരുത്. ഇപ്പൊ ഏത് നികൃഷ്ട അവസ്ഥയിലാണെങ്കിലും നമ്മൾ തന്നെ വിശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ വലിയ ശ്രേഷ്ഠമായ ഉപയോഗത്തിന്, ഗ്രഹനാഥന്, നമ്മുടെ കർത്താവിന് പ്രയോജനപ്രദം, ഏത് കാര്യത്തിനും ബെസ്റ്റായിട്ടുള്ള ഒരു വ്യക്തിത്വമായിട്ട് മാറ്റപ്പെടുന്ന കർത്താവ് വെളിപ്പെടും. അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഈ പറഞ്ഞ വചനങ്ങൾക്ക് ഒരു സാക്ഷ്യത്തിലൂടെ ഒരു സ്ഥിരീകരണം വന്നാൽ ഒരു പൂർണ്ണതയായി. ആ സാക്ഷ്യം ശ്രദ്ധിക്കുക. എൻ്റെ പേര് മിനു തെരേസ തോമസ്. ഞങ്ങൾ US 10 വർഷമായിട്ട് സെറ്റിൽഡാണ്. ഞങ്ങൾ 2012 വിവാഹം കഴിച്ചു. 2015 ആയപ്പം ഫ്ലോറിഡയിൽ ഒട്ടായിലച്ചൻ്റെ ഒരു ധ്യാനം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് 3 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ല. അപ്പം ഒരുപാട് വേദനയോടെയാണ് ഞാൻ ആ ധ്യാനത്തിൽ പങ്കെടുത്തത്. എൻ്റെ ഭർത്താവും ഞാനും ഒന്നിച്ചാണ് പങ്കെടുത്തത് ആ ധ്യാനത്തിൽ. അപ്പോൾ നമുക്കൊരു കൗൺസിലിങ്ങിന് ഒരു ചാൻസ് കിട്ടി. അപ്പം ഒരു ഷൈൻ ബ്രദറിനെയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ബ്രദറിനോട് വളരെ സങ്കടത്തിൽ പറഞ്ഞു ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ല. അപ്പം ബ്രദർ ഈശോയെ സ്തുതിച്ചിട്ട് ഞങ്ങളോട് പറഞ്ഞു, ഈശോയുടെ കയ്യിൽ വളരെ സുന്ദരനായ ഒരു കുഞ്ഞിനെ നിങ്ങൾക്കായി ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷമായി. അപ്പം ഞങ്ങൾ ഓർത്തു അടുത്ത മാസം പ്രഗ്നൻ്റ് ആകും, പിന്നീട് പ്രഗ്നൻ്റ് ആകും. പക്ഷേ ഈശോയ്ക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടിയിട്ട് ഞങ്ങളെ വെയിറ്റ് ചെയ്യിപ്പിച്ചു കുറച്ച് നാൾ. കാരണം ഞങ്ങൾ പൂർണ്ണമായിട്ടും അനുദപിച്ചിരുന്നില്ല. ഞങ്ങൾ ആദ്യത്തെ 1 വർഷം കുഞ്ഞുങ്ങൾ വേണ്ട എന്ന് തീരുമാനിച്ചിരുന്നു, എൻ്റെ പഠനവും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പം ഞങ്ങളുടെ വികാരിയച്ഛൻ ഞങ്ങളോട് പറഞ്ഞു, പോയി ഒന്ന് കുമ്പസാരിക്ക്, ഇങ്ങനെ നിങ്ങൾ 1 വർഷം കുഞ്ഞുങ്ങളെ വേണ്ടെന്ന് വിചാരിച്ചുവല്ലോ, അതൊന്ന് പോയി കുമ്പസാരിക്കാൻ പറഞ്ഞു. അങ്ങനെ കുമ്പസാരിച്ചും കൂടെ കഴിഞ്ഞ് ഞങ്ങൾ ഓൾമോസ്റ്റ് എല്ലാ മാസവും ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യങ്ങൾക്കാണെങ്കിലും വഴക്കുണ്ടാക്കും. ഞങ്ങൾ ഏറ്റവും സ്നേഹത്തിൽ ഏറ്റവും വിശുദ്ധിയായിട്ടിരുന്ന മാസത്തിൽ ഞങ്ങൾക്ക് കുഞ്ഞിനെ കിട്ടി. ജൂൺ മാസമായപ്പം 2016 ജൂൺ ആയപ്പോൾ ഞാൻ അറിഞ്ഞു ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന്. അത് കഴിഞ്ഞ് ഞങ്ങളുടെ 4ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് അവിടുത്തെ സ്കാനിങ്ങിൽ 5th മന്തിലെ സ്കാനിങ്ങിൽ ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾക്കൊരു ആൺകുട്ടിയാണ് കിട്ടുന്നത്. എൻ്റെ ഭർത്താവ് ഞാൻ എപ്പോഴും സങ്കടപ്പെടുമ്പോൾ എന്നോട് പറയായിരുന്നു, നീ വിഷമിക്കേണ്ട, എന്താണെങ്കിലും ഷൈൻ ബ്രദർ നമ്മളോട് പറഞ്ഞതല്ലേ ഈശോയുടെ കയ്യിലൊരു കുഞ്ഞിനെ ഇരിപ്പുണ്ടെന്ന്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് വളരെ വിശുദ്ധിയുള്ള ഒരു സുന്ദരൻ കുട്ടിയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഇപ്പോഴാണെങ്കിലും ഞങ്ങൾക്ക് അവനെ വളർത്താനായിട്ട് യേശുവിൻ്റെ ഒരു പ്രത്യേക കരുതൽ എപ്പോഴും ആ കുഞ്ഞിനുണ്ട്. ഇപ്പം എനിക്ക് 4 കുഞ്ഞുങ്ങളെ യേശു തന്ന് അനുഗ്രഹിച്ചു. അതിനുശേഷം എവറി അതർ ഇയർ എനിക്ക് കുഞ്ഞുങ്ങളെ കിട്ടിക്കൊണ്ടിരുന്നു. ഹല്ലേലൂയ. ഒരു കുട്ടിയെ ചോദിച്ചപ്പോൾ 4 പേര് ഇനിയും തന്നാ സ്വീകരിക്കുന്നു റെഡി ആയിട്ട് നിൽക്കുകയാണ് അല്ലേ? അതെ, തീർച്ചയായിട്ടും. അതാണ് സന്തോഷത്തോടെ പറയാ ഹല്ലേലൂയ, ഹല്ലേലൂയ. നോക്ക സഹോദരങ്ങളെ, ദൈവം പറഞ്ഞ വാഗ്ദാനത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ആ ബ്രദർ പറഞ്ഞ സന്ദേശത്തിൽ തെറ്റുണ്ടോ? ഇല്ല, എല്ലാം കറക്റ്റാണ്. പക്ഷെ നമ്മളൊന്ന് റെഡി ആകണ്ടേ? അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം നമ്മളോട് പലരോടും പറഞ്ഞ പല കാര്യങ്ങളും
അത് നടക്കാൻ തക്ക നമ്മളൊന്ന് ഒരുങ്ങണ്ടേ, നമ്മളൊന്ന് വിശുദ്ധീകരിക്കപ്പെടണ്ടേ, ഈ കുടമൊന്ന് ശരിയാകണ്ടേ, ഈ പാത്രം ഒന്ന് റെഡിയാക്കണ്ടേ. ചില മനുഷ്യരെ എനിക്കറിയാം, അത് പുള്ളി പറഞ്ഞ സന്ദേശം എല്ലാം തെറ്റാണ്, അടുത്ത ആളുടെ അടുത്തേക്ക് പോവുക, ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വരുന്നത് സന്ദേശം തെറ്റാന്നല്ല കേട്ടോ, അതൊന്നുമല്ല, അതൊക്കെ വളരെ കറക്റ്റ്, ഇപ്പം തന്നെ സ്ഥിരീകരിക്കപ്പെട്ടു. പക്ഷേ നമ്മളൊന്ന് ശരിയാകാതെ കാര്യങ്ങൾ മുന്നോട്ട് പോകില്ല സഹോദരങ്ങളെ. കാരണം തന്നിട്ട് കാര്യമില്ല. കാരണം ഇതിനൊരു മറുവശം, ഇതിപ്പോൾ ഇവർക്ക് മക്കളുണ്ടായ സാക്ഷ്യം, ഇനി മറുവശം ചിന്തിക്ക്. 10,000 പുതിയ പുതിയ കൃപകൾ ശുശ്രൂഷകർക്ക് തരാൻ ദൈവം തയ്യാറാണ്. നമ്മളൊന്ന് ശരിയാകണ്ടേ അല്ലേ? ഇത് ശരിയാകാതെ തന്നാൽ അതിനെക്കുറിച്ച് അഹങ്കരിച്ച് പോയിട്ട് നമ്മൾ നമ്മുടെ ആത്മാവ് തന്നെ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ടെങ്കിൽ ദൈവം തരാൻ മടിക്കും അല്ലേ? ഇത് തന്നിട്ട് അതിൻ്റെ കൂടെ പാപം കൂടെ വരാൻ സാധ്യതയുണ്ടെങ്കിൽ ദൈവം മടിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വരുന്നത് ശുദ്ധീകരണത്തിലൂടെ ഒരു വിശുദ്ധ പാത്രമായിട്ട് മാറുക. കൃപ നഷ്ടപ്പെടുന്നതിൻ്റെ ചാലുമില്ലാതെ നല്ല ക്ലിയർ പാത്രമായി കർത്താവ് നമ്മളെ മാറ്റും. അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങണം, പ്രാർത്ഥിക്കണം, അനുദപിക്കണം, കുമ്പസാരിക്കണം, എല്ലാം ചെയ്യണം. ആരാധന നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് തുറക്കാം. ദൈവമേ, അങ്ങ് നൽകിയ നിരവധി വാഗ്ദാനങ്ങൾ, പലരിലൂടെ ഞങ്ങൾ ഓരോരുത്തരെ കുറിച്ച് അങ്ങ് വെളിപ്പെടുത്തി അങ്ങയുടെ പദ്ധതികൾ. കർത്താവേ, ഞങ്ങൾ ഒരുക്കക്കുറവ് മൂലം, ഞങ്ങളെ തന്നെ വിശുദ്ധീകരിക്കാത്തത് മൂലം, കൃപകൾ സ്വീകരിക്കാൻ യോഗ്യനായ പാത്രമാകാത്തത് മൂലം എത്രയോ ഡിലേ ആയിക്കൊണ്ടിരിക്കുകയാണ്. എത്രയോ കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയി. ദൈവമേ, ഞങ്ങൾ അനുദപിക്കുന്നു, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്വർഗത്തിൻ്റെ പ്രതീക്ഷയ്ക്കനുസരിച്ച് ഉയരാൻ തക്ക വിധം ഞങ്ങളെ വിശുദ്ധീകരിക്കണം. കർത്താവേ, ഹെബ്രായ ലേഖനം 9:14 ഞങ്ങൾ ഓർക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തം ജീവിക്കുന്ന ദൈവത്തെ ശുശ്രൂഷിക്കുവാൻ നമ്മുടെ അന്ധകരണത്തെ എത്ര അധികം വിശുദ്ധീകരിക്കുകയില്ല. ഞങ്ങളുടെ ഹൃദയമാകുന്ന കൂടം, ഞങ്ങളുടെ ജീവിതങ്ങളെ മുഴുവൻ ഈശോയുടെ പരിശുദ്ധ രക്തം കൊണ്ട് വിശുദ്ധീകരിക്കണമേ. കാര്യങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഉള്ളൊരുകി പ്രാർത്ഥിക്കുന്നു. ഈശോയേ കഴുകണമേ, ഇരുൾ നീക്കിയുള്ളം തെളിക്കണമേ. ഈശോയേ കഴുകണമേ, ഇരുൾ നീക്കിയുള്ളം തെളിക്കണമേ. സർവാംഗം എന്നെ വിശുദ്ധീകരിക്കണമേ. സർവാംഗമെന്നെ ശുദ്ധനാക്കൂ. ഈശോ, സവിശേഷമെന്നെ നീ ശോഭിതനാക്കൂ. സർവാംഗമെന്നെ ശുദ്ധനാക്കൂ. സവിശേഷമെന്നെ ശോഭിതനാക്കൂ. കരങ്ങൾ ഉയർത്തി ഈശോ. ഈശോയെ ആരാധന.